ഞാൻ ഇന്ന് വന്നിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടോ. എല്ലാവരും നോർമൽ ബെഡ് റോസ്റ്റ് ഒക്കെ കഴിച്ച് മട്ടിയിരിക്കണവരായിരിക്കും. അപ്പോൾ നമുക്കൊരു സ്പൈസി ബെഡ് റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയിട്ട് വന്നാലോ? ഓക്കെ. ഇതിക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയാലോ? മുട്ട 2 ബീറ്റ് ചെയ്ത് വെച്ചത്, 3 ബ്രെഡ് ട്രയാങ്കിൾ ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചത്, മുളക് വേണം, മുളക് പൊടി, ഉപ്പ്, വേപ്പില, സബോളയുടെ പകുതിയാണ് ഞാൻ എടുത്തത്, നന്നായി കുനുകുനാന്ന് അരിഞ്ഞത്, പിന്നെ വെളിച്ചെണ്ണ, പിന്നെ തക്കാളിയുടെ പകുതിയും നന്നായിട്ട് കുനുകുനാന്ന് തന്നെ അരിയണം കേട്ടോ. കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയിലേക്ക് ഒരു മുളക് കുനുകുനാന്ന് അരിഞ്ഞതും വേപ്പില ചെറുതായി അരിഞ്ഞതും ഇട്ട് കൊടുക്കാം കേട്ടോ. സവാള ചെറുന്നേനെ അരിഞ്ഞതും അതേപോലെ തന്നെ തക്കാളി ചെറുന്നേനെ അരിഞ്ഞതും പിന്നെ ആവശ്യത്തിന് ഉപ്പും മുളക് പൊടി ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യണില്ല കേട്ടോ. അതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഫ്രൈ പാൻ എടുത്ത് ചൂടായി വരുമ്പോൾ അതിലേക്ക് എണ്ണ വെച്ചിട്ട് എല്ലാവരുടെയും ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം കേട്ടോ. കൂട്ടി വെച്ചിട്ടുള്ള മുട്ടയുടെ ബാറ്ററിലേക്ക് ബ്രെഡ് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഫ്രൈ പാനിൽ വെച്ച് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഈ പച്ചക്കറികളൊക്കെ അരിഞ്ഞതൊക്കെ ഒന്ന് മുകളിൽ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ തന്നെ ഫ്രൈ പാനിൽ എത്ര എണ്ണം കൊള്ളോ അത്ര എണ്ണം നമുക്ക് ഇതേപോലെ വെക്കുക. ഇതുണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഗ്യാസ് സിമ്മിലിട്ടിട്ട് വേണം കേട്ടോ ഇത് റോസ്റ്റ് ചെയ്തെടുക്കാൻ. നമ്മളൊരു സൈഡ് ആയെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മറിച്ചിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ മുട്ടയുടെ ബാറ്റർ ഒന്നും കൂടിയും അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് മറിച്ചിട്ട ഭാഗത്ത്. അത് കഴിഞ്ഞിട്ട് അത് ആ സൈഡും കൂടി ഒന്ന് ആയെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ ബാറ്റർ വെച്ച ഭാഗം ഒന്നും കൂടി ഒന്ന് വേവാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ 2 സൈഡും നന്നായി റോസ്റ്റായി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതെടുക്കാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ, വളരെ ഈസിയായ ഒരു റെസിപ്പിയാണ്. ഇതിന് ഞാൻ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തത്. വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. നെയ്യൊക്കെ യൂസ് ചെയ്യണത് നെയ്യ് ഇഷ്ടമുള്ളവർ നെയ്യ് യൂസ് ചെയ്യണതായിട്ടാണ് ഏറ്റവും ബെറ്റർ. ഈ നെയ്യിന് മണം അത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാനത് യൂസ് ചെയ്യാഞ്ഞത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ. ഇനി അടുത്ത വീഡിയോ കാണാം. ബൈ.